വിഴിഞ്ഞം പദ്ധതി കൊണ്ട് അദാനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമാണ് വികസനമെന്ന് ജനങ്ങൾ. വിഴിഞ്ഞം പദ്ധതി കൊണ്ട് രാജ്യത്തിനും സംസ്ഥാനത്തിനും വലിയ വികസന സാധ്യതയാണ് ഉള്ളതെന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിന് പറയത്തക്ക വികസനമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അദാനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമാണ് നേട്ടമുണ്ടാകുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമത കൈവരിക്കാൻ ഒരുപാട് ജോലികൾ ബാക്കിയാണെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളും വിദഗ്ധരും പറയുന്നു. സംസ്ഥാനത്തിൽ വല്ല പ്രയോജനവും ഉണ്ടാകാൻ വർഷങ്ങൾ കാത്തിരിക്കണം. പദ്ധതി വന്നതുകൊണ്ട് ഈ പ്രദേശത്തെ പാവങ്ങൾക്ക് ദുരിത ജീവിതമായി തുടരേണ്ട അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നരകയാതന അനുഭവിച്ചു വരികയാണ്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നത് തുടർക്കഥയാവുകയാണെന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വിലപിക്കുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകൾ ഏറെ ദൂരം പുറകോട്ട് പോയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. വികസനം സ്തംഭിക്കുകയാണ്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ ലോകത്തിലെയും നമ്മുടെ രാജ്യത്തെയും ആരും തന്നെ തയ്യാറാവുന്നില്ല. ഭയപ്പെട്ട് ഓടുകയാണ്. അറിഞ്ഞുകൊണ്ട് പടുകുഴിയിലേക്ക് ചാടണമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതേസമയം തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന അടക്കം വരുന്ന അനവധി സംസ്ഥാനങ്ങളിൽ പണം മുടക്കാൻ അവർ മത്സരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മാത്രം കഴിഞ്ഞ വർഷം 60,000 കോടി രൂപയുടെ പുതിയ സംരംഭങ്ങളാണ് ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ അസംബ്ലിയിലും പുറത്തും അഭിമാനത്തോടെ പറയുന്നു. കേരള സംസ്ഥാനത്തിൽ നിന്നും ചെറുതും വലുതുമായ 2000-ൽ പരം വ്യവസായങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാത്രം ചേക്കേറിയിട്ടുണ്ട്. ഇപ്പോഴും പാലക്കാട് ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് വൻകിട സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചിക്കോട് മേഖല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വികസന കുതിപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം സ്തംഭിച്ച് മുഖച്ഛായ വികൃതമായിരിക്കുകയാണ്. മിക്ക കമ്പനികളും പൂട്ടിക്കഴിഞ്ഞു. എന്നാലും കിൻഫ്ര പൊന്നും വില കൊടുത്ത് സ്ഥലം വാങ്ങി കൂട്ടുന്നുണ്ട്. മിക്ക വൻകിട ഇരുമ്പ് ഉരുക്കു വ്യവസായങ്ങൾ ഗൾഫിലേക്കും പോയിരിക്കുകയാണ്. വികസനം മുരടിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിട്ട് അതിൻ്റെ എല്ലാം ക്ഷീണം വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നികത്താമെന്ന് മോഹന വാഗ്ദാനങ്ങൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാകുമെന്ന് വൻകിട വ്യവസായ പ്രമുഖർ പറയുന്നു. ബൂർഷോ വിരോധം പറഞ്ഞ് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരുകൾ അദാനിയെയും മകനെയും പുകഴ്ത്തി വാഴ്ത്തിപ്പാടുന്നതാണ് ജനങ്ങൾ കാണുന്നതെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രികളിൽ പീഡന പരമ്പര. സ്ത്രീ രോഗികൾക്ക് ആശുപത്രിയിൽ സുരക്ഷയില്ലെന്ന് ജനങ്ങൾ. ഗവൺമെൻറ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിച്ചതായി പരാതി. ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എത്തിയ പെൺകുട്ടിയെ ചികിത്സയ്ക്കിടയിൽ പീഡിപ്പിച്ചതായാണ് പറയുന്നത്. വെള്ളയിൽ പോലീസ് ആരോഗ്യ പ്രവർത്തകനെതിരെ കേസെടുത്തതായും അറിയുന്നു. സർക്കാർ ആശുപത്രികളിൽ സ്ത്രീകളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിലെ ICUവിൽ വരെ പീഡനം നടന്നത് വിവാദമായിരുന്നു. അതിൽ സാക്ഷി പറഞ്ഞവരുടെ അനുഭവവും വിവാദമായിരുന്നുവെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് B. മഹേന്ദ്രൻ നായരെ സസ്പെൻഡ് ചെയ്തതായി അറിയുന്നു. ജോ ബൈഡൻ പിന്മാറുന്നു എന്ന അഭ്യൂഹം കടുത്ത സമ്മർദ്ദം നേരിടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഡെമോക്രാറ്റിക് ഉള്ളിൽ കടുത്ത സമ്മർദ്ദമാണ് ബൈഡൻ നേരിടേണ്ടി വരുന്നത്. കോവിഡ് പോസിറ്റീവായതും ആരോഗ്യ കാരണവും ബൈഡനെ അലട്ടുകയാണ്. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ സ്പീക്കർ നാൻസി പൗലോസിനെയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതായി പറയുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പിന്മാറുമെന്ന് സാധ്യത ഏറി വരികയാണ്. ബൈഡന്റെ വിജയത്തിൽ ഒബാമയ്ക്കും സംശയമുള്ളതായി വാർത്തകൾ വരുന്നു. ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന പക്ഷം നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാദേവി ഹാരിസിന്റെ പേര് ബൈഡൻ നിർദ്ദേശിച്ചതായി പറയുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. കോവിഡ് കാരണം റഹോബോത്തിലെ അവധിക്കാല വസതിയിൽ ഐസൊലേഷനിലാണ് ഇപ്പോൾ ജോ ബൈഡൻ. മന്ത്രിമാരോടുള്ള ജനങ്ങളുടെ വിശ്വാസം
കുറഞ്ഞു തുടങ്ങി. മന്ത്രിമാർ കള്ളം പറയുന്നതായി പരാതി. സംസ്ഥാനത്തെ മന്ത്രിമാർ കുലേക്കാലമായി കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയും മറ്റു ചില മന്ത്രിമാരും പച്ചക്കള്ളം പറയുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. നവകേരള സദസ്സിൽ മന്ത്രിമാരുടെ ബസ്സിനെതിരെ പ്രതിഷേധിച്ച KSUക്കാരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അതിക്രൂരമായി മർദ്ദിച്ചത് ലോകം മുഴുവൻ ചാനലുകളിലൂടെ കണ്ടിട്ടും മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞ് അക്രമികളെ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. സപ്ലൈകോവിൽ സബ്സിഡി ഐറ്റംസ് ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത് ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നത് കണ്ടിട്ടും വകുപ്പ് മന്ത്രി അസംബ്ലിയിലും പുറത്തും അതെല്ലാം നിഷേധിച്ച് ന്യായീകരിക്കുകയായിരുന്നു. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് മാസങ്ങളായി പണം കൊടുക്കാത്ത സംഭവം നടൻ ജയസൂര്യ ചൂണ്ടിക്കാട്ടിയപ്പോൾ കൃഷിമന്ത്രി ആ നടനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എല്ലാ കർഷകർക്കും പണം നൽകിയെന്ന് പച്ചക്കള്ളം പറഞ്ഞുവെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതും ജനങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും കർഷകർക്ക് പണം കിട്ടാനുണ്ടെന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കള്ള സർട്ടിഫിക്കറ്റ്, മാർക്ക് തിരുത്തൽ തുടങ്ങി അനവധി വകുപ്പുകളിലെ മന്ത്രിമാരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു.